ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ ആദ്യ യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റ് കേട്ടോ. 4ാമത്തെ യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററാണ്. 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് ഫാബ്രിക് ഓഫ് ടുഗെദർനെസ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഗെറ്റ് ടുഗെദർ, ഒരു സോങ് ആണ്. അപ്പോൾ ഈ പാഠത്തിൻ്റെ ഗെറ്റ് ടുഗെദർ എന്ന ചാപ്റ്ററിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ ഇതൊരു സോങ് ആണ്. ഇതിൻ്റെ മീനിങ്, അതായത് ഒരു പോയം, അതിൻ്റെ അപ്രിസിയേഷൻ നമ്മളിതിൽ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു ക്ലാസ്സാണിത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫാബ്രിക് ഓഫ് ടുഗെദർനെസ്, നമുക്കൊരു കോട്ടിങ്സ് തന്നിട്ടുണ്ട്. എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്, ഹെലൻ കെല്ലർ. അത് നമുക്ക് പിന്നെ 3 ചാപ്റ്ററിൻ്റെ പേരും തന്നിട്ടുണ്ട് കേട്ടോ. ഗെറ്റ് ടുഗെദർ, എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, താങ്ക് യു മാം. ഓക്കെ, ലെറ്റ്സ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ യൂണിറ്റിയുടെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുമായി റിലേറ്റ് ചെയ്ത് 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ചെയ്യാനുണ്ട്. 2 അല്ല 3 ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വാട്ട് ഈസ് യുവർ കമൻറ്റ് ഓൺ ദ പിക്ചർ? ആൻസർ: The picture shows a group of people working together to help each other climb a mountain. എന്താണ് കാണുന്നത്? ഒരു മൗണ്ടൻ കയറാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? സഹായിച്ച് മുന്നോട്ട് പോകുന്നു. ഇറ്റ് സിംപലൈസസ് ടീം വർക്ക്, കോപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട്. അപ്പോൾ അത് കാണിക്കുന്ന എന്താ? ഒരു ടീം വർക്ക്, ഒരു സഹകരണം, മ്യൂച്വൽ സപ്പോർട്ട് അല്ലേ. അടുത്ത ചോദ്യം: ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്? വാട്ട് ഡു യു തിങ്ക്? ആവശ്യമുള്ളവർക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യെസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ് അല്ലേ. സഹായം ആവശ്യമുള്ളവർക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഹെൽപ്പിംഗ് അതേഴ്സ് ഈസ് ക്രൂഷ്യൽ ഫോർ ബിൽഡിംഗ് സ്ട്രോങ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഫോസ്റ്ററിംഗ് എ സെൻസ് ഓഫ് സോളിഡാരിറ്റി. ഇറ്റ് പ്രൊമോട്ട്സ് എംപതി ആൻഡ് കൈൻഡ്നെസ് ആൻഡ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ പോസിറ്റീവ് റിപ്പിൾ ഇഫക്റ്റ്, ഇൻസ്പയറിംഗ് അതേഴ്സ് ടു ഓൾസോ ഹെൽപ്പ് ദോസ് ഇൻ നീഡ്. അപ്പോൾ ആവശ്യമുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അടുത്തത്: നൗ തിങ്ക് ഓഫ് എ സിറ്റുവേഷൻ വെർ യു എക്സ്റ്റെൻഡഡ് ഹെൽപ്പ് ടു അതേഴ്സ്, ഡിസ്കസ് എ ഫ്യൂ ഇൻസ്റ്റൻസസ്. നിങ്ങൾ ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഹെൽപ്പിംഗ് എ ക്ലാസ്മേറ്റ് വിത്ത് എ ഡിഫിക്കൾട്ട് സബ്ജക്റ്റ്, അസിസ്റ്റിംഗ് ആൻ എൽഡർലി നൈബർ വിത്ത് ദെയർ ഗ്രോസറീസ്, വോളണ്ടിയറിംഗ് അറ്റ് എ ലോക്കൽ ചാരിറ്റി ഇവൻറ്റ്, ഓഫറിംഗ് സപ്പോർട്ട് ടു എ ഫ്രണ്ട് ഹു ഈസ് ഗോയിങ് ത്രൂ എ ടഫ് ടൈം. അടുത്തത് നമുക്ക് ഗെറ്റ് ടുഗെദർ എന്ന പോയം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുക. ദ യങ് ബ്ലഡ്സ് ആണ് അതിൻ്റെ ഓതർ. നമ്മൾ അതിൻ്റെ അപ്രിസിയേഷൻ അല്ലെങ്കിൽ മീനിങ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ പോയം വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കുക കേട്ടോ. നമുക്ക് അതിൻ്റെ അപ്രിസിയേഷനിലേക്ക് കടക്കാം. The poem Get Together, originally a song by the Youngbloods, is a powerful anthem for unity, love and peace. Its central theme is the importance of human connection and compassion in a world filled with division and fear. The poem encourages people to overcome their differences and embrace one another, emphasizing that love is a fundamental force that can inspire change. എന്താണ്? യങ് ബ്ലഡിൻ്റെ കവിതയാണിത്. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അല്ലേ, അതിനു വേണ്ടിയുള്ള ഒരു ഗാനമാണിത്. അതുപോലെ തന്നെ ഇവിടെ വിഭജനവും ഭയവും നിറഞ്ഞൊരു ലോകത്ത് മനുഷ്യബന്ധത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഇതിൻ്റെ തീം കേട്ടോ. മനുഷ്യബന്ധം, കാരുണ്യം. അതുപോലെ തന്നെ സ്നേഹം, ലവ് എന്ന് പറയുന്നതാണ് മാറ്റത്തിന്, നമുക്കൊരു ചേഞ്ച് വേണമെങ്കിൽ അതിന് ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു കാര്യം സ്നേഹം തന്നെയാണ്. പിന്നെ അതുപോലെ എന്ത് പറയുന്നുണ്ട്? ആളുകളെല്ലാം അവരുടെ വ്യത്യാസങ്ങളെ മറികടന്ന് പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതാണ് ഈ കവിത നമ്മളോട് പറയുന്നത് കേട്ടോ. ഒരുപാട് ഡിഫറൻസ് ആളുകൾക്ക് ഉണ്ടാവും, ആളുകൾ തമ്മിലുണ്ടാവും, എങ്കിലും ആ ചേഞ്ചസ് മറികടന്ന് നമ്മൾ എന്ത് ചെയ്യുക? എംബ്രേസ് ചെയ്യുക. അടുത്തത് ഒരു സ്റ്റാൻസ നോക്കാം. ദ ഓപ്പണിംഗ് സ്റ്റാൻസ കോൺട്രാസ്റ്റ് ദാറ്റ് പവർ ഓഫ് ലവ് വിത്ത് ദ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഫിയർ ആൻഡ് ഡെത്ത്, suggesting that while fear is a constant, love has the ability to make the mountain shrink. The recurring refrain, come on people now, smile on your brother, everybody get together, try to love one another right now, serves as a direct and urgent call to action. It is a simple yet profound message that resonates with the desire for a more harmonious society. ആദ്യത്തെ സ്റ്റാൻസ് സ്നേഹത്തിൻ്റെ ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ശക്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഭയത്തിൻ്റെയും മരണത്തിൻ്റെയും അനിവാര്യതയുമായിട്ട് അതിനെ താരതമ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം ഫിയർ അതൊരു സ്ഥിരമാണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിനെ എന്ത് വെച്ച് ഓവർകം ചെയ്യാം? ലവ് വെച്ച്, സ്നേഹം വെച്ചിട്ട് അല്ലേ.
പിന്നെ നമുക്ക് പോയിട്രിയിലെ കുറച്ച് ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് The poem also touches on the transient nature of life. എന്താ പറയുന്നത്? ജീവിതത്തിന്റെ ക്ഷണികമായിട്ടുള്ള സ്വഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ? ആ ഒരു മെറ്റഫർ, ട്രാൻസിയന്റ് നേച്ചർ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഒരു സ്വഭാവം, യൂസിങ് എ മെറ്റഫർ. We are but a moment's sunlight fading in the grass. This imagery highlights the brevity of our existence and reinforces the urgency of the message. We must act with love and kindness now before our time is gone. The poem's message is one of the hopeful idealism, proposing that a better world is possible if people choose to unite and love one another. അപ്പോൾ എന്താ പറയുന്നത്? ഇവിടെ കവിത പറയുന്നത് നമ്മുടെ ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതമാണ് അല്ലേ? ഇപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവുന്ന ഒരു ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതം മാത്രമാണ്. അപ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെന്താ കാണിക്കുന്നത്? നമ്മുടെ സമയം കടന്നു പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തോടെയും ദയോടും കൂടിയൊക്കെ പ്രവർത്തിക്കുക, ലവ് ആൻഡ് കൈൻഡ്നെസ് കാണിക്കുക. എല്ലാവരുടെയും സമയം കടന്നു പോകില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് കൈൻഡ്നെസ് ഒക്കെ കാണിക്കുക. പിന്നെ പോയത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള മെസ്സേജ് ഈസ് വൺ ഓഫ് ദ ഹോപ്പ്ഫുൾ ഐഡിയലിസം ആണ് അല്ലേ? ഐഡിയലിസം പ്രപ്പോസിങ് ദാറ്റ് എ ബെറ്റർ വേൾഡ് ഈസ് പോസിബിൾ ഇഫ് പീപ്പിൾ ചൂസ് ടു യുണൈറ്റ് ആൻഡ് ലവ് വൺ അനദർ. എന്താണ്? ആളുകൾ പരസ്പരം സ്നേഹിക്കാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും യുണൈറ്റ് ചെയ്ത് നിൽക്കാനും ഒക്കെ ഇതാക്കി കഴിഞ്ഞാൽ ഒരു ലോകം, അങ്ങനെയുള്ള ഒരു ലോകം സാധ്യമാണ്. പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലോകമാണെങ്കിൽ. ഇതാണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ആർ ദ ഇമോഷൻസ് ഹൈലൈറ്റഡ് ഇൻ ദ സോങ്, പിന്നെ ലെറ്റ്സ് അപ്രീഷിയേറ്റ് ഉണ്ട്, ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ 7 എണ്ണം ഉണ്ട് മൊത്തം. ഇതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഇമോഷൻസ് ഹൈലൈറ്റഡ് ഇൻ ദ സോങ്? സോങ്ങിൽ എന്തൊക്കെ ഇമോഷൻസ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ദ ഇമോഷൻസ് ഹൈലൈറ്റഡ് ഇൻ ദ സോങ് ആർ ലവ് ആൻഡ് ഫിയർ. സ്നേഹവും പേടി, ഭയവുമാണ്. What does the lyricist seek? Lyricist എന്താ seek ചെയ്യുന്നത്? The lyricist seeks for people to come together, smile on one another and love one another right now. അടുത്തത്, we are but a moment's sunlight fading in the grass. What does this line mean? The line means that human life is short and temporary. മനുഷ്യന്റെ ജീവിതം വളരെ ചെറുതും അസ്ഥിരവുമാണ്, ടെമ്പററി ആണ്, സ്ഥിരമല്ലല്ലോ. Like a fleeting moment of sunlight that fades away. അപ്പോൾ ഇതാണ് ആ 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. ഇനി നമുക്ക് ലെറ്റ്സ് അപ്രിഷിയേറ്റിലേക്ക് കടക്കാം. ഐഡൻറ്റിഫൈ ദ നേച്ചർ ഓഫ് ദി ഇമേജറി ഇൻ യു ക്യാൻ മേക്ക് ദ മൗണ്ടൈൻ സ്ട്രിങ് ഓർ മേക്ക് ദ ഏഞ്ചൽസ് ക്രൈ. അതിലെ ഇമേജറി നോക്കാം നമുക്ക്. നേച്ചർ ഓഫ് ഇമേജറി. The imagery is a hyperbole or an exaggeration used to emphasize the powerful impact a person's voice or actions can have. It suggests that one's influence can be immense, capable of making a sound so loud it echoes through mountains or so beautiful it moves angels to tears. What does the line "just one key unlocks them both" suggest about love and fear? This line suggests that love and fear are 2 sides of the same coin and that the key to both is held by the individual. It implies that a person has the power to choose between love and fear and that by choosing love they can unlock a positive and unifying experience. അടുത്ത ക്വസ്റ്റ്യൻ, why does the lyricist repeat the phrase right now at the ending of the song? right now ഉപയോഗിക്കുന്നുണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട്, എന്തുകൊണ്ടാ? The repetition of right now serves to create a sense of urgency and immediacy. It reinforces a central message of the song, which is the importance of acting on love and togetherness in the present moment without delay. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.